അല്ലേ ശല്യമഹർഷി എന്നിരിക്കുന്ന അനുഭവം. അവരുടെ പുത്രന്മാരല്ലേ നിങ്ങൾ? അല്ലേ മകരെ? അല്ലേ അയോധ്യ പുത്രന്മാരായിരിക്കുന്ന പത്മശാലിയന്മാർ തന്നല്ലേ നിങ്ങൾ? പണിയെന്ന പണിയെല്ലാം കഴിഞ്ഞു അല്ലേ മകരെ? എന്റെ ഒച്ചയില്ലേ ആർക്കും? പണിയെന്ന പണിയെല്ലാം കഴിഞ്ഞു. ഇനി പാണിമുട്ടി പാത്രം കമിക്കേണ്ടതായിരിക്കുന്ന മുഹൂർത്തം അല്ലേ? നിങ്ങൾ മാതാവിന്റെ പല ഭാവത്തിലും അല്ലേ, പല സ്വഭാവത്തിലും നിങ്ങൾ മാതാവിനെ കണ്ടുവല്ലോ. ഉച്ചമധ്യാഹ്നം കഴിഞ്ഞ് ത്രിസന്ധ്യയും കഴിഞ്ഞു അല്ലേ? വേറെ ഇനി അധികം ഞാൻ ഈ ഉച്ചയിൽ നിലനിന്നാൽ എനക്ക് എന്ത് സംഭവിക്കുന്നവരെ കാളി ഈ സ്വരൂപത്തിലേക്ക് അല്ലേ മാറും മാതാ. ആയതുകൊണ്ട് ഇപ്പോഴ് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തികഞ്ഞെന്നും നിങ്ങളെ കണ്ടാൽ എനക്ക് തികഞ്ഞെന്നും ഒരുപാട് രണ്ടവസ്ഥ വരുമല്ലോ. അങ്ങനെ എവിടുന്ന് കിട്ടിയതങ്ങനെ ഈ അഭിമാനങ്ങളെല്ലാം? എവിടുന്നാ കിട്ടിയത്? ഇവിടുന്ന ഈ ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന കെട്ടും ചുറ്റും എറിയും കുറിയും അഭിച്ചും ആചാരങ്ങളും ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയതങ്ങനെ? മാതാവ് നേരത്തെ വിശേഷിച്ചിരിക്കുന്ന മൊഴിയാണ് അല്ലേ? ശ്രീ മഹാദേവൻ എന്നിരിക്കുന്നതായ ആ വലുതായിരിക്കുന്നതായ ആ ഉഗ്ര തേജസ്സിനെ എന്നും സ്മരിക്കുന്നതായിരിക്കുന്ന അല്ലേ ശല്യമഹർഷി എന്നിരിക്കുന്ന അനുഭവം. അവരുടെ പുത്രന്മാരല്ലേ നിങ്ങൾ? അല്ലേ മകരെ? അല്ലേ അയോധ്യ പുത്രന്മാരായിരിക്കുന്ന പത്മശാലിയന്മാർ തന്നല്ലേ നിങ്ങൾ? അല്ലേ അല്ലേ മകരെ? എന്റെ ഉത്തരവില്ലേ? അന്ന് യടങ്ക വലങ്ക 96 നഗരം അല്ലേ? എന്താ യടങ്ക വലങ്ക? എന്താണത് അറിയോ നിങ്ങൾ? ഗ്രാഹ്യമുണ്ടോ നഗരെ? നഗരം അല്ലേ? അന്ന് ശല്യമഹർഷി എന്നിരിക്കുന്നതായ അനുഭവത്തിങ്കൽ അന്ന് വടക്കും തെക്കുമായിട്ട് അല്ലേ ഇരുത്തിയിരുന്നു അല്ലേ?